Hi everyone, welcome back to our channel Innus Recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള വെജിറ്റബിൾ സ്പാഗറ്റി ഉണ്ടാക്കാം. വെജിറ്റബിൾ സ്പാഗറ്റി എന്ന് പറയുന്ന നൂഡിൽസ് അല്ല കേട്ടോ, അത് പാസ്തയുടെ വേറൊരു വേർഷനാണ് ഈ സ്പാഗറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ സ്പാഗറ്റിയുടെ പാക്കറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ സ്പാഗറ്റി ഇട്ട് കൊടുക്കാം. ഇത് നല്ല സ്റ്റിക്ക് പോലെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് പുറത്തേക്കൊക്കെ നിൽക്കും, അതൊന്നും സാരില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബൗളിലാണ് നമ്മൾ സ്പാഗറ്റി വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സ്പാഗറ്റി വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തുറന്ന് തന്നെ വെച്ച് നമുക്ക് വേവിക്കാം, അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ താഴത്തെ ഭാഗം ന്യൂഡിൽസ് പോലെ ആകും, എന്നിട്ട് പുറത്തുള്ള ഭാഗമൊക്കെ ഉള്ളിലേക്ക് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് വേവിച്ചെടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി മിക്സിങ് റെഡിയാക്കാം. ഒരു പാനിൽ കുറച്ച് ബട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതി. അതിനുശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റുക. അതിനുശേഷം മുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അത് ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി ചെറുതായിട്ടായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം തക്കാളി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ക്യാബേജ് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഒരു കളർഫുള്ളും ആണ്, ടേസ്റ്റും ആണ് കേട്ടോ. പല കളറിലുള്ള ക്യാപ്സിക്കം കിട്ടുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള സ്പാഗറ്റി ആണല്ലോ. നമുക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവ് കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ വെജിറ്റബിൾസിനുള്ള ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരടപ്പ് സോയാ സോസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോസുകൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ മിക്സിങ് കറക്റ്റ് ഒരു വെസ്റ്റേൺ ടേസ്റ്റിലേക്ക് വരുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടിൻ്റെ ആവശ്യമില്ല, ചെറിയ ചൂട് ഓൾറെഡി പാനിനുണ്ടാവും. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു പിഞ്ച് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെസ്റ്റേൺ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സോർ ടേസ്റ്റും അതുപോലെ ഒരു ഷുഗറിൻ്റെ ടേസ്റ്റും കുറച്ച് ഉപ്പും എല്ലാം കൂടി വരുന്നതാണല്ലോ. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസിൽ ഓൾറെഡി ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഓൾറെഡി മധുരമുണ്ട്, ടൊമാറ്റോ സോസിന് മധുരമുണ്ട്. അതുകൊണ്ട് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ സ്പാഗറ്റി ഇവിടെ വെന്തു വന്നിട്ടുണ്ട്. പുറത്തേക്ക് എന്നിരുന്ന സ്റ്റിക്കി ഭാഗങ്ങളെല്ലാം ഉള്ളിലേക്ക് വന്ന് നന്നായിട്ട് വെന്തു. അപ്പോൾ നൂഡിൽസൊക്കെ വെന്തോന്ന് നോക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെന്തോന്ന് നോക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കടിച്ചുകൂടി നോക്കണം വായിലിട്ട്, എന്നാൽ മാത്രമേ ഇത് വെന്തോന്ന് അറിയാൻ പറ്റുള്ളൂ, കാരണം ഇതൊരു പാസ്തയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ശ്രദ്ധിക്കുക, എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് തന്നെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മിക്സിങ്ങിനും അപ്പോൾ ചെറിയ ചൂടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും പുളിയും മധുരവും ഒക്കെയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
സ്പൈസി വെജിറ്റബിൾ സ്പാഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവെല്ലാം കുറച്ച് ചില്ലി ഫ്ലേക്സിൻ്റെയും കുരുമുളക് പൊടിയുടെയും അളവ് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. പാസ്ത ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ന്യൂഡിൽസ് ഇഷ്ടമാവുന്ന എല്ലാവർക്കും ഈ ഒരു വിഭവം ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വിഭവമായി വീണ്ടും കാണാം. Till then, bye bye, take care.